ടു യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാനും അമ്മയും കൂടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ മേക്കപ്പ് ചെയ്തതിന് ശേഷം അമ്മയാണെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് മേക്കപ്പ് ചെയ്ത് അവലോടത്തേക്ക് പോകുമ്പോൾ എന്നോട് ചെയ്ത് കൊടുക്കുക പറയുന്നുണ്ട്. അതെന്നെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ഫാമിലി നല്ല സപ്പോർട്ടിങ് ആട്ടോ. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 2 ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ട്. അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്നെങ്കിലോ എന്നോട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്യാവുന്നതാട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴാണെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മാളു ആട്ടോ. അപ്പോൾ മാളു ചേച്ചിയാണെന്ന് തോന്നണേ, എനിക്കറിയില്ല. മാളു ചേച്ചി എന്നാണ് ഞാൻ വിളിക്കാറ്. അപ്പോൾ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഹെയർ കെയറും അതുപോലെ തന്നെ അമ്മയുടെ ഹെയർ കെയർ റുട്ടീനും ഒന്ന് പറഞ്ഞു കൊടുക്കുമോ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ശരിയാണ്, അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടണമെന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് നല്ല ഹെയർ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഉണ്ട്, എന്നാലും നല്ല മുട്ടോളം മുടി ഉണ്ടെന്ന് പറയില്ല. അമ്മ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഇത്രയും ഹെയർ ഉണ്ടായിട്ടുള്ളൂ. അമ്മ പറയണ കേൾക്കാറുണ്ട് കുറേ മുടി ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയുടെ വിശേഷങ്ങളൊക്കെ പറയും കേട്ടോ. കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ എല്ലാവർക്കും നന്നായി മുടിയൊക്കെ ഉണ്ടാവില്ല. അതേപോലെ എനിക്കും കുറെ മുടിയൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല തിക്കായിട്ടുള്ള മുടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് മോനെയൊക്കെ പ്രസവിച്ചൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴാണ് മുടി കൊഴിഞ്ഞു പോയി തുടങ്ങിയത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് നിർത്തും. പിന്നെ ഇപ്പോൾ ഒന്നും അങ്ങനെ കെയർ ചെയ്യാനൊന്നും പറ്റണില്ല. മുമ്പൊക്കെ ഇങ്ങനെ നന്നായി കെയർ ചെയ്തിരുന്നു. ഇപ്പോൾ ഒക്കെ കുട്ടികളായി, പിന്നെ മോനെ നോക്കേണ്ട കാര്യങ്ങളും ഇതൊക്കെ ആകുമ്പോൾ പിന്നെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങള് വീഡിയോ എടുക്കണ സമയത്താണെങ്കിൽ ഏട്ടുബാബി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഏട്ടുബാബി ആണെങ്കിൽ ഫ്രൈഡേ നേരത്തെ വരാറുണ്ട്. അപ്പൊ ഏട്ടുബാബി വന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, അപ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. അപ്പൊ നമ്മുടെ ഫുണ്ണുബാബി ഉണ്ട് കേട്ടോ. ഫുണ്ണുബാബിയുടെ ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഫുണ്ണുബാബിക്ക് ഫാൻസ് ഉണ്ടെന്ന് ഷൊത്താണു. അപ്പോൾ അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോഴും നല്ല ഹെയർ ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് നല്ല തിക്കായിട്ട്, അതും കോലം മുടി കുറ്റിച്ചൂല് പോലെ നിൽക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നേ. അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ടത്തെ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ. ഇപ്പോഴും അത് ചൂല് പോലെയാണ്. അമ്മയ്ക്ക് ഇത്തിരി എൻ്റെ മുടി കാണുമ്പോൾ അമ്മയ്ക്ക് എൻ്റെ പോലത്തെ ആവാൻ ഇഷ്ടം. കാരണം എൻ്റെ ഇത്തിരി വേവിയാലോ. അതുപോലെ തന്നെ അമ്മയുടെ ചേച്ചിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. അമ്മയുടെ ചേച്ചിക്കാണ് നല്ല വേവി ആയിട്ട്, നീമയ്ക്കാണ് നല്ല വേവി ആയിട്ടുള്ള മുടി കേട്ടോ. അപ്പൊ അമ്മ പറയാം അമ്മയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും. അമ്മ പണ്ട് എന്തൊക്കെയാണ് തേക്കാറ് അതൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പോഴെന്തൊക്കെയാണ് എല്ലാ ആഴ്ചയും മുടിയിൽ എണ്ണയൊക്കെ പരത്തി അത് കഴിയുമ്പോൾ ചെറുനാരങ്ങയും മുട്ടയുടെ വെള്ളക്കരും കൂടിയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തലയില് ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ. എഗ് വൈറ്റും അതുപോലെ തന്നെ ചെറുനാരങ്ങയും മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ മറുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആ. പറഞ്ഞ ഹെയർ നല്ല സോഫ്റ്റ് ആവും. അത് വിചാരിച്ചിട്ട് എന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്താൽ നല്ലതാണ്. നന്നായി വെള്ളത്തില് കഴുകണം, അല്ലെങ്കിൽ അതിന്റെ സ്മെല്ല് നിൽക്കും മുടിയിൽ കുറച്ച് ദിവസമൊക്കെ. നന്നായി കഴുകണം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നും അങ്ങനെ ചെയ്യാൻ സമയം കിട്ടാറില്ല. ആഴ്ചയിൽ ഒരിക്കൽ എണ്ണ തേക്കും, ഷാമ്പു കുളിക്കും, അത്രയല്ലേ ചെയ്യാറുള്ളൂ. അപ്പൊക്ക് നല്ല എന്താ പറയാ കരുത്തെറ്റ മുടിയാണ്. എനിക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. 10th പഠിക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ട് നല്ല മുടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് എനിക്കിപ്പോഴും ഇവിടെ നിന്ന് അങ്ങോട്ട് വളർന്നു കഴിഞ്ഞാൽ എനിക്കത് എങ്ങനെയെങ്കിലും കട്ട് ചെയ്ത് കളയണം മുടി. എനിക്ക് മുടി എന്താ പറയുക ഓവറായി വളർന്നതിന് എനിക്ക് ഫേസിന് ചൂട്ടല്ലാത്ത പോലെ തോന്നാറ്. ഞാൻ എന്താ കട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ പൊണ്ണുബാബി ആണെങ്കിൽ അവിടെ നടന്നുകൊണ്ട് കേട്ടോ. ഫസ്റ്റ് അവന്റെ ഫ്യൂ സ്റ്റെപ്സ് ഒക്കെ വെക്കായിരുന്നു. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പൊ 10th പഠിക്കുമ്പോൾ നല്ല ഹെയർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. ഇവര് ചെറുപ്പത്തിലൊക്കെ നല്ല രീതിയിൽ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ എന്താ കോഴിക്കുഞ്ഞിന് നനഞ്ഞ എങ്ങനെയായിരിക്കും അതുപോലെ ആയിരുന്നു കേട്ടോ പണ്ട്. നിറച്ച എണ്ണ തേച്ച് എനിക്കാണെങ്കിൽ തലയിൽ ഓവറായിട്ട് എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തലവേദന എടുക്കും. തലയിൽ എണ്ണ ഇറങ്ങിയിട്ട് ഭയങ്കര ഹെഡേക്ക് വരും കേട്ടോ. അപ്പൊ ഞാൻ തലയിൽ അധികം എണ്ണ തേച്ചിട്ട് ഇരിക്കാറില്ല. ഇവരാണെങ്കിൽ പണ്ട് എണ്ണ തേച്ച് ഇതാക്കും. ഞാൻ വലുതായപ്പോ എനിക്ക് ഇത്തിരി ബോധം ബുദ്ധിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ അധികം എണ്ണ തേച്ചിട്ട് ഞാൻ ഫുള്ള് കഴുകി കളയും. എനിക്ക് പറ്റില്ല. എനിക്ക് അപ്പൊ
തലവേന അല്ലെങ്കിൽ എനിക്ക് ഇവിടെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരണോണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ കെയർ റുട്ടീൻ. അമ്മയുടെ ഹെയർ കെയർ റുട്ടീൻ, അമ്മ ഓയിലൊക്കെ തേക്കും അങ്ങനെ കേട്ടോ. അപ്പൊ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്കൂളിൽ പഠിക്കണ സമയത്ത്, അല്ല സ്കൂളിലല്ല കോളേജിലൊക്കെ പഠിക്കണ സമയത്ത് ഇങ്ങനെ പിള്ളേര് നോക്കിയായിരുന്നു. കാരണം നല്ലതില്ലേ ആ കുട്ടിയുടെ മുടി നോക്കും ആ കുട്ടി. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, അയ്യോ എന്ത് രസമായിരിക്കും എത്രയും ഇതായിട്ട്. ഞാൻ അമ്മയുടെ പണ്ടത്തെ പിക്സ് ഒക്കെ കണ്ടപ്പോ അമ്മ ക്ഷീണിച്ചിട്ട് കുറേ മുടി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫുള്ള് മുടി എന്താ പറയാ എല്ലാ ഫുഡ് കഴിക്കണതൊക്കെ മുടിയിലേക്ക് അമ്മയുടെ പോണ്ടായിരുന്നു തോന്നുന്നത്. അത്ര അധികം മുടിയായിരുന്നു. അതുപോലെ ഞങ്ങളുടെ കസിൻ ചേച്ചി ഉണ്ട്. ആ ചേച്ചിയാണെങ്കിൽ എങ്ങനത്തെ മുടിയാ ചേച്ചിയുടെ നല്ല തിക്കായിട്ട്, നല്ല തിക്ക് മുടി അങ്ങനെ കേട്ടോ. എൻ്റെ ജനിച്ചപ്പോ തൊട്ടിട്ട് എനിക്ക് കുറച്ച് ചെമ്പൻ മുടിയായിരുന്നു. എനിക്ക് ചെമ്പൻ കളറുള്ള മുടിയാ, ബ്ലാക്ക് അല്ല. അമ്മയുടെ എൻ്റെ നോക്കിയാൽ നിങ്ങൾക്കറിയാം അമ്മയുടെ ജെറ്റ് ബ്ലാക്ക് ആണ്. എൻ്റെ പിന്നെ കളർ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് തന്നെ എൻ്റെ ഇവിടുന്ന് നിങ്ങൾ നോക്കിയറിയാം എൻ്റെ ഒരു ബ്രൗണിഷ് കളർ ഹെയർ ആണ്. അതുപോലെ തന്നെ എൻ്റെ പൊന്നൂന് ആ ഹെയർ ആണ് കിട്ടിയത്. എനിക്ക് മാക്സിമം ഇവിടം വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനും കൂടി ഞാൻ വെട്ടിക്കളയും. ഞാൻ വെട്ടി ഷോർട്ട് ആയിട്ടാണ് നിർത്താറ്. കുറച്ച് വേവി ആയി തുടങ്ങി മുടി. ഇപ്പൊ വേവി ആയി തുടങ്ങിട്ടോ. സ്ട്രൈറ്റ് ആയിട്ടുള്ള മുടി, നല്ല കോല മുടിയായിരുന്നു. എനിക്ക് ഇത്തിരി ഇങ്ങനെ കുറ്റിച്ചൂല് പോലെ എനിക്ക് അധികം ഇഷ്ടമില്ല. എനിക്ക് ഇത്തിരി വേവി ആയിട്ടിരുന്നത് ഇഷ്ടം. പിന്നെ അമ്മയുടെ ഹെയർ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കണ്ടാവും എന്താണ് അമ്മയ്ക്ക് എത്ര വയസ്സെന്ന് നിങ്ങൾക്ക് അറിയണോ? ഒരു ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാട്ടോ. എന്നിട്ട് അമ്മയ്ക്ക് ഇപ്പോഴും നല്ല തിക്കായിട്ടുള്ള നല്ല ഹെയർ ആണ്. എന്താ സീക്രറ്റ് ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് അമ്മയുടെ ഹെയർ കെയറിൽ അമ്മയുടെ സീക്രറ്റ്സും കാര്യങ്ങളൊക്കെ എന്താന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഞാൻ പിമ്പിൾസ് വന്ന സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ പിമ്പിൾസോ കാര്യങ്ങളൊന്നും അധികമില്ല. വല്ലപ്പോഴും ഒരു പിമ്പിൾ വരും, എന്നിട്ട് പോവും. 1-2 പിമ്പിൾ വരും, പോവും. ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ റുട്ടീൻ ചെയ്താൽ മതി കേട്ടോ. നല്ല എഫക്റ്റീവാണ്. ഞാനിപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ തരാണ്. ഞാൻ ഇത്തിരി ബ്രൈറ്റൻ വെച്ച പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ആ പ്രൊഡക്റ്റ് കൊണ്ടാണ് കേട്ടോ. ഞാൻ അതിപ്പോൾ യൂസ് ചെയ്തിട്ട് കുറച്ച് നാളെ അത് ഞാൻ എൻ്റെ സ്കിന്നിൽ എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേണമെങ്കിൽ അത് അമ്മയ്ക്ക് കൊടുക്കാൻ. അമ്മ നൈസായിട്ട് ആ സിറം എടുത്ത് തേക്കാറുണ്ട്. അപ്പൊ അമ്മയ്ക്ക് കുറച്ച് മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ അതിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മേനും കൂട്ടിയിട്ട്, കാരണം അമ്മയും അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന്റെ റിവ്യൂ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയ്ക്കാണെങ്കിൽ പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. ടീനേജിൽ പഠിക്കുമ്പോഴും ഇല്ല. പിന്നെ എന്താ പഠിക്കുമ്പോഴല്ല ടീനേജിലുള്ളപ്പോഴും അമ്മയ്ക്കില്ല. എനിക്കാണെങ്കിൽ ഒരു 8ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ പിമ്പിൾസും നിറച്ച് കുരുക്കളും ഇവിടെ ഒക്കെ പിമ്പിൾസ് ആയിരുന്നു ഫുൾ. എനിക്ക് ഡോക്ടർ കാട്ടലും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇതായ. പിന്നെ ഞാൻ തന്നെ ഓരോ പരീക്ഷണങ്ങളും ചെയ്തിട്ട് ഫെയിലായിട്ട് പിമ്പിൾസ് വരലും കാര്യങ്ങളൊക്കെ. അമ്മയ്ക്ക് ഇതുവരെയായിട്ട് ഞാൻ പിമ്പിൾസ് വരണം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ അമ്മ ഏതെങ്കിലും ക്രീം ആവശ്യമില്ലാത്തത് തേച്ച് കഴിഞ്ഞാലാണ് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ ആയിട്ട് ഒരു പിമ്പിളോ അങ്ങനെയൊക്കെ വരണം ഞാൻ കണ്ടിട്ടുള്ളൂ. അമ്മയ്ക്ക് ഒരില്ല. അമ്മ എന്തിനാ യൂസ് ചെയ്യണെന്ന് നിങ്ങള് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിറ്റാട്ടോ. അമ്മ നിങ്ങൾ വിചാരിക്കണോ വലിയ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടാവുന്ന്? പ്രത്യേകിച്ച് ഒരു സ്കിൻ കെയറും കാര്യങ്ങളൊന്നുമില്ല. അമ്മ ഒരു പോൺസിന്റെ ഒരു ക്രീമും യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഒരു പൗഡർ ഇടും, പിന്നെ ഐലൈനർ ഇടും, ലിപ്സ്റ്റിക് ഇടും. ഇതാണ് അമ്മയുടെ സ്കിൻ കെയർ. പക്ഷെ എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഹിമാലയയുടെ മോയ്സ്ചറൈസർ ക്രീം, അതുപോലെ തന്നെ കോസറെക്സിന്റെ സ്നെയിൽ പവർ മ്യൂസിന്, പിന്നെ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് വഴിയെ പരിചയപ്പെടുത്തണ്ട ആ പ്രൊഡക്റ്റ്, പിന്നെ ഇത് കെമിക്കൽ പീല്, ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കേട്ടോ. വല്ലപ്പോഴൊക്കെ ഞാൻ കോസറെക്സിന് അമ്മയ്ക്ക് യൂസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അമ്മയ്ക്ക് നല്ല ഇഷ്ടമാവാറുണ്ട്. നല്ല അമ്മ പറയാറുണ്ട് ഫേസിലൊക്കെ നല്ല ഹൈഡ്രേഷൻ കിട്ടുന്ന പോലെ നല്ല അമ്മ കോസറെക്സിന്റെ അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പറയുന്നത് എനിക്ക് അമ്മയ്ക്കും കൂടി പേഴ്സണലായിട്ട് ഒരെണ്ണം വേണമെന്ന്. അത് അമ്മ ഞാൻ ഇടണതൊക്കെ എടുത്ത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അമ്മ എനിക്കാണ് സ്കിൻ കെയർ പണ്ടേ മുതലേ ഈ പ്രാന്തും കാര്യങ്ങളൊക്കെ ഉള്ള. അമ്മയ്ക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാൻ അമ്മനെ കൊണ്ട് നിർബന്ധിച്ചിടും, അമ്മ ഒന്ന് എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ടാൻ മാറാൻ വേണ്ടിയിട്ട് കടലമാവും തൈരും തേക്കുന്നത്. അത് അമ്മയ്ക്ക് തേച്ചിട്ട് നല്ല എഫക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ മുഖത്തിൽ നിങ്ങൾക്ക് അമ്മയുടെ മുന്നത്തെ ഞങ്ങളുടെ വീഡിയോസ് കണ്ടാലും ഇപ്പൊ കണ്ടാലും ഞങ്ങളുടെ ഫേസ് കണ്ട് ഇത്തിരി ഗ്ലോവും കാര്യങ്ങളും കണ്ടത് ആ കടലമാവും തൈരും ഇട്ടിട്ടാട്ടോ. അതിന്റെ ഒരു ഇതാണ്, നല്ലൊരു ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പുതിയ പ്രൊഡക്റ്റ് കേട്ടോ, അത് ഞാൻ
എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടിരിക്കണം. ഞാൻ വേഗം നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാം. അത് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ള, കുറച്ചും കൂടി നാളെ അതിനെ യൂസ് ചെയ്തിട്ട് അതെങ്ങനെയുണ്ടെന്ന് ഇതാക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഹെയറിന്റെ ഞാനിങ്ങനെ സംസാരിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോൾ പിന്നെ ഏട്ടൻ വന്നിട്ടുണ്ടെന്ന് ചിരിച്ചേ. പിന്നെ അമ്മയുടെ ഹെയർ കെയർ എന്താണ്, നമുക്ക് സസ്പെൻസ് പൊളിക്കാം. എന്താണ് അമ്മയുടെ ഹെയർ കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറഞ്ഞു കൊടുക്കുക. അമ്മ തന്നെ ഇത്രയും കാലമായിട്ട് അമ്മ എന്നിട്ടാണ് അമ്മ ഹെയറിൽ ചെയ്യണേന്ന് പറഞ്ഞു കൊടുക്കുക. ഒന്നുമില്ല, ഞാൻ സാധാരണ പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണ മാത്രമേ തയ്ക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ ഷാമ്പൂ ഇടും മാത്രം തന്നെ. പിന്നെ കുറേ മുന്നേ ഞാൻ വോൾവിനൈസിങ് ചെയ്തിരുന്നു. അതൊക്കെ അതിൻ്റെ എഫക്റ്റൊക്കെ പോയി. ഇപ്പോൾ ഒരു വർഷത്തേക്കൊക്കെ നിൽക്കുള്ളൂ. പിന്നെ അമ്മേടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഞാൻ പിമ്പിൾസ് വന്ന സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ പിമ്പിൾസോ കാര്യങ്ങളൊന്നും അധികമില്ല. വല്ലപ്പോഴും ഒരു പിമ്പിൾ വരും, എന്നിട്ട് പോവും. 1-2 പിമ്പിൾ വരും, പോവും. ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ റൂട്ടീൻ ചെയ്താൽ മതി കേട്ടോ. നല്ല എഫക്റ്റീവാണ്. ഞാനിപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ തരാണ്. ഞാൻ ഇത്തിരി ബ്രൈറ്റൻ വെച്ച പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ആ പ്രൊഡക്റ്റ് കൊണ്ടാണ് കേട്ടോ. ഞാൻ അതിപ്പോൾ യൂസ് ചെയ്തിട്ട് കുറച്ച് നാളെ അത് ഞാൻ എൻ്റെ സ്കിന്നിൽ എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേണമെങ്കിൽ അത് അമ്മയ്ക്ക് കൊടുക്കാൻ. അമ്മ നൈസായിട്ട് ആ സിറം എടുത്ത് തേക്കാറുണ്ട്. അപ്പൊ അമ്മയ്ക്ക് കുറച്ച് മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ അതിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മേനും കൂട്ടിയിട്ട്, കാരണം അമ്മയും അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന്റെ റിവ്യൂ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയ്ക്കാണെങ്കിൽ പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. ടീനേജിൽ പഠിക്കുമ്പോഴും ഇല്ല. പിന്നെ എന്താ ടീനേജിലുള്ളപ്പോഴും അമ്മയ്ക്കില്ല. എനിക്കാണെങ്കിൽ ഒരു 8ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ പിമ്പിൾസും നിറച്ച് കുരുക്കളും ഇവിടെ ഒക്കെ പിമ്പിൾസ് ആയിരുന്നു ഫുൾ. എനിക്ക് ഡോക്ടർ കാട്ടലും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇതായ. പിന്നെ ഞാൻ തന്നെ ഓരോ പരീക്ഷണങ്ങളും ചെയ്തിട്ട് ഫെയിലായിട്ട് പിമ്പിൾസ് വരലും കാര്യങ്ങളൊക്കെ. അമ്മയ്ക്ക് ഇതുവരെയായിട്ട് ഞാൻ പിമ്പിൾസ് വരണം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ അമ്മ ഏതെങ്കിലും ക്രീം ആവശ്യമില്ലാത്തത് തേച്ച് കഴിഞ്ഞാലാണ് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ ആയിട്ട് ഒരു പിമ്പിളോ അങ്ങനെയൊക്കെ വരണം ഞാൻ കണ്ടിട്ടുള്ളൂ. അമ്മയ്ക്ക് ഇല്ല. അമ്മ എന്തിനാ യൂസ് ചെയ്യണെന്ന് നിങ്ങള് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിറ്റാട്ടോ. അമ്മ നിങ്ങൾ വിചാരിക്കണോ വലിയ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടാവുന്ന്? പ്രത്യേകിച്ച് ഒരു സ്കിൻ കെയറും കാര്യങ്ങളൊന്നുമില്ല. അമ്മ ഒരു പോൺസിന്റെ ഒരു ക്രീമും യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഒരു പൗഡറും ഇടും, പിന്നെ ഐലൈനർ ഇടും, ലിപ്സ്റ്റിക് ഇടും. ഇതാണ് അമ്മയുടെ സ്കിൻ കെയർ. പക്ഷെ എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഹിമാലയയുടെ മോയ്സ്ചറൈസർ ക്രീം, അതുപോലെ തന്നെ കോസഡെക്സിന്റെ സ്നെയിൽ പവർ മ്യൂസിന്, പിന്നെ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് വഴിയെ പരിചയപ്പെടുത്തണ്ട ആ പ്രൊഡക്റ്റ്, പിന്നെ ഇത് കെമിക്കൽ പീല്, ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യണ പ്രൊഡക്റ്റ് കേട്ടോ. വല്ലപ്പോഴൊക്കെ ഞാൻ കോസറെക്സിന് അമ്മയ്ക്ക് യൂസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അമ്മയ്ക്ക് നല്ല ഇഷ്ടമാവാറുണ്ട്. നല്ല അമ്മ പറയാറുണ്ട് ഫേസിലൊക്കെ നല്ല ഹൈഡ്രേഷൻ കിട്ടണ പോലെ നല്ല അമ്മ കോസറെക്സിന്റെ അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പറയുന്നുണ്ട് അമ്മയ്ക്കും കൂടി പേഴ്സണലായിട്ട് ഒരെണ്ണം വേണമെന്ന്. അമ്മ ഞാൻ ഇടണതൊക്കെ എടുത്ത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അമ്മ എനിക്കാണ് സ്കിൻ കെയർ പണ്ടേ മുതലേ ഈ പ്രാന്തും കാര്യങ്ങളൊക്കെ ഉള്ള. അമ്മയ്ക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാൻ അമ്മനെ കൊണ്ട് നിർബന്ധിച്ചിടും, അമ്മ ഒന്ന് എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട്. മുന്നത്തെ വീഡിയോയില് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ടാൻ മാറാൻ വേണ്ടിയിട്ട് കടലമാവും തൈരും തേക്കുന്നത്. അത് അമ്മയ്ക്ക് തേച്ചിട്ട് നല്ല എഫക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ മുഖത്തിന് നിങ്ങൾക്ക് അമ്മയുടെ മുന്നത്തെ ഞങ്ങളുടെ വീഡിയോസും കണ്ടാലും ഇപ്പൊ കണ്ടാലും ഞങ്ങളുടെ ഫേസ് കണ്ട് ഇത്തിരി ഗ്ലോവും കാര്യങ്ങളും കണ്ടത് ആ കടലമാവും തൈരും ഇട്ടിട്ടാട്ടോ. അതിന്റെ ഒരു ഇതാണ്, നല്ലൊരു ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പുതിയ പ്രൊഡക്റ്റ് കേട്ടോ, അത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടിരിക്കണം. ഞാൻ വേഗം നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാം. അത് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ള, കുറച്ചും കൂടി നാളെ അതിനെ യൂസ് ചെയ്തിട്ട് അതെങ്ങനെയുണ്ടെന്ന് ഇതാക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഹെയറിന്റെ ഞാനിങ്ങനെ സംസാരിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ. അപ്പോ എവിടെ പറഞ്ഞു നിർത്തിയേ. അപ്പോൾ പിന്നെ വേറെ കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തു തരാറുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡാൻഡ്രഫ് ഒക്കെ വരുമ്പോൾ അമ്മ ചെയ്തു തരാറുള്ളത് ചെറുനാരങ്ങ എടുത്തിട്ട് ജസ്റ്റ് ഡാൻഡ്രഫ് ഉള്ള ഭാഗത്ത് ഒന്ന് കൈകൊണ്ട് ഇളക്കിയിട്ട് തേച്ച് തരാറുണ്ട് കേട്ടോ. അപ്പം നല്ല എഫക്റ്റീവാണ് ഡാൻഡ്രഫ് ഒക്കെ പോവാൻ. പിന്നെ ഹെയർ ഗ്രോത്തിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനത് ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ ഡാൻഡ്രഫ് ഇല്ല തലയിൽ. പിന്നെ വേറൊരു കാര്യം എന്താ അമ്മ ചെയ്തു തരാറ്, ചെറുള്ളി നന്നായി മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് തലയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കും. അപ്പോൾ നല്ലതാ, മുടിക്ക് വളർച്ചയ്ക്കും അതുപോലെ താരനൊക്കെ പോകാനൊക്കെ നല്ലതാണ് ഇതിൻ്റെ ശബ്ദം. പിന്നെ ഞാൻ വേറൊരു കാര്യം യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടുള്ള വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം
ഉപ്പിടാത്ത കഞ്ഞിവെള്ളം തലയില് തേക്കുക. അതെങ്ങനെ തലേ ദിവസത്തെ തണുത്ത കഞ്ഞിവെള്ളം തലയിൽ തേക്കുക. അതൊരു പണ്ടൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ചെറുതിലെ മീൻസ് ഒരു +2 പഠിക്കുന്ന സമയത്ത്, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ചെയ്യാറുണ്ട്. ഇപ്പൊ അതിനൊന്നും സമയം കിട്ടാറില്ല. അത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട്. ഇവളുടെ അമ്മായിമ്മക്ക് നന്നായി മുടി. എന്റെ അമ്മയ്ക്ക് നല്ല മുടിയാ, നല്ല എന്താ. പക്ഷെ അമ്മോട് ഞാൻ ടിപ്പൊന്നും ചോദിച്ചിട്ടില്ല. അമ്മയ്ക്ക് നല്ല ലോങ് ഹെയർ ആട്ടോ. അതുപോലെ തന്നെ അമ്മയുടെ മോൾക്കും അതാ, നല്ല അക്കച്ചിക്ക് നല്ല ലോങ്. അപ്പൊ കുഞ്ഞവിടെ കിടന്ന് കാര്യമായിട്ടോ കേട്ടോ. അപ്പൊ ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇതൊന്നും ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഈ ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്ത് ടബിൽ കുളിക്കുന്ന സമയത്തൊക്കെ ഈ ഉള്ളിയുടെ ഇതും ഒക്കെ സ്മെല്ല് ഇതാവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും അതൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ വേറെ കാര്യം, ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറ് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല രീതിയിൽ കൊഴിച്ചിലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വീണ്ടും മുടി ഹെയർ നല്ല രീതിയിൽ വളർത്താൻ നോക്കാണ്. മുടി ഞാൻ വെട്ടിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെനിക്കിങ്ങനെ വെട്ടണം എന്ന് തോന്നിയിട്ടാണോ. നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. ഡെലിവറി ഒരു 9th month ഒക്കെ ആയ സമയത്ത് നല്ല പോലെ മുടി ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് മുടി വെട്ടണം എന്ന് തോന്നിട്ട് ഞാൻ മുടി മുറിച്ചു കേട്ടോ. വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കളറും ചെയ്തു. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഹെയർ കെയർ ജേർണി. അമ്മയുടെയും. അമ്മ കറന്റ്ലി ഇപ്പൊ എന്താ ചെയ്യണേന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇപ്പൊ ആഴ്ചയിലൊരിക്കൽ ഞാൻ പാരച്യൂട്ടിന്റെ വെളിച്ചെണ്ണ എടുത്ത് തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് ഷാമ്പു ഇട്ട് കുളിക്കും, അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഹെയർ കെയർ ജേർണി അല്ലാണ്ട് വേറെ ഒന്നും കാര്യങ്ങൾ ചെയ്യാറോ അതൊന്നുമില്ല. അപ്പൊ ഇതൊക്കെയാട്ടോ ഞങ്ങളുടെ 2 പേരും ഹെയർ കെയർ ജേർണിയും കാര്യങ്ങളും. അപ്പൊ പിന്നെ ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. അമ്മയാണെങ്കിൽ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഇങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല, കുങ്കുമപ്പൂ കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളർ വെക്കും. അപ്പൊ പ്രഗ്നൻസി ടൈമിൽ ഞാനാണെങ്കിൽ ഇത് കേട്ടിട്ട് ഞാൻ ഓടിപ്പാഞ്ഞ് പറഞ്ഞു പോയിട്ട് കുങ്കുമപ്പൂ കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ കുങ്കുമപ്പൂ ഒന്നും നമുക്ക് കളർ ഇതാക്കാനോ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഞാനൊരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ കുങ്കുമപ്പൂ ഒക്കെ കഴിക്കുന്നത് പൊന്നാലമ്പാണ്. അപ്പൊ ഞങ്ങള് പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്തിട്ടതേ അമ്മ അവിടെ. അപ്പൊ വേറെ പൊന്നു ബാബി ഉണ്ട് കേട്ടോ. അപ്പൊ വേറെ പിന്നെ ഞാൻ കഴിക്കുന്ന സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൊണ്ണു അമ്മ കാട്ടി കൊടുക്കട്ടെ, കോഡ് ലിവർ ഓയിൽ ആട്ടോ. അത് നല്ലതാട്ടോ. മീനെണ്ണ ഗുളിക എന്ന് പറയും. അത് നല്ലതാണ്. സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഹെയർ ഫോളിനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും അടിപൊളിയാണ്. അത് ഞാൻ എന്നും ഡെയിലി കഴിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര എന്താ പറയുക റിസൾട്ട് തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനത് കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെല്ലിക്കയുടെ ജ്യൂസൊക്കെ പണ്ട് അച്ഛനൊക്കെ ഷുഗർ ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഞാനും കഴിക്കാറുണ്ട് കുറച്ച് നെല്ലിക്കൊക്കെ. അതൊക്കെ ഹെയറിന് നല്ല. പിന്നെ ഈ ഹെയർ എന്ന് പറയുന്നത് ജെനറ്റിക്സും അതുപോലെ തന്നെ നമ്മളുടെ അച്ഛനമ്മമാർക്കുള്ളത് നമുക്ക് കിട്ടണ പോലെയാണ്. പിന്നെ ഉള്ള മുടി നമ്മൾ സംരക്ഷിക്കുക, അങ്ങനെ ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉള്ള മുടി സംരക്ഷിക്കുക, പോവാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് നല്ല രീതിയിൽ നല്ല തഴച്ച് വളരണ മുടി കിട്ടും. ഇവിടെ ആണെങ്കിൽ പൊണ്ണു ബാബിയുടെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോഡ് ലിവർ ഓയിൽ എടുത്ത് തട്ടി അടിയിലിടലാണ് കേട്ടോ പണി. ഇനി അമ്മ പറയൂ കേട്ടോ. ഇപ്പോൾ വാവയ്ക്കൊക്കെ ചുമയും പനിയൊക്കെ വന്നപ്പോൾ നമ്മളൊക്കെ മുമ്പ് ജനിച്ച സമയത്തൊക്കെ എനിക്ക് നന്നായി എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഡോക്ടറൊക്കെ പറയുന്നത് എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമില്ല, കുട്ടികൾക്കൊന്നും അധികം എണ്ണ തേക്കേണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ചിന്നുവിന് തന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു 2-3 വയസ്സൊക്കെ ആയതിനു ശേഷം അവൾക്ക് അധികം എണ്ണ തേക്കാറില്ല. അപ്പോഴും ഡോക്ടർമാർ അത് തന്നെയാണ് പറഞ്ഞത്. ചില കുട്ടികൾക്ക് എണ്ണയൊന്നും തേക്കുമ്പോൾ അവർക്ക് കഫക്കെട്ടും അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം അധികം എണ്ണ തേക്കേണ്ട, അത് തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ വാഷ് ചെയ്ത് കളയണമെന്നൊക്കെ അവർ പറയുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മൾ നന്നായി എണ്ണയൊക്കെ തേച്ച് കുളിച്ചിരുന്നത്. ഞാൻ തലയിൽ തേക്കുന്ന സമയത്ത് ഞാൻ തേക്കണ ഒരു പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീദിയുടെ വെളിച്ചെണ്ണ തേക്കാറുണ്ട്. പാരഷൂട്ട് തേക്കാണ്ട്. ഇപ്പൊ ദീദിയുടെ ഒന്നും അധികമില്ല പാരഷൂട്ട്. അപ്പൊ എണ്ണ തേച്ച് കുളിക്കുന്ന സമയത്താണെങ്കിൽ പാരഷൂട്ട് എടുത്തിട്ട് തലയിൽ തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ദീദിയുടെ ഷാമ്പൂ ഇട്ടിട്ട് കുളിക്കാൻ നല്ലതായിരുന്നു. അതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അമ്മ ഞങ്ങക്ക് കറിവേപ്പില ഇട്ടിട്ട് എണ്ണ കാച്ചിട്ട് ഇതാക്കായിരുന്നു. അതുപോലെ തന്നെ വേറൊരു അടിപൊളി സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണ ഒരു കാര്യമാണ്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇവിടെ വന്നതിന് ശേഷം ചെയ്തിട്ടില്ല. ഹെന്ന ഉണ്ടല്ലോ,
ഹെന്ന ചെയ്യുന്നത് മുടിയുടെ ഗ്രോത്തിനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് പോകാനും അടിപൊളിയാണ്. ഹെന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുമ്പോൾ കളർ മിക്സ് ചെയ്തിട്ടുള്ള ഹെന്നയാട്ടോ പറയാറ്. അപ്പോൾ ഈ മുടി ഇത്തിരി നല്ല ഒരു ബർഗണ്ടി കളർ കിട്ടും. അപ്പോൾ ബർഗണ്ടി കളർ ചേർത്തിട്ടുള്ള ഹെന്ന ചെയ്യാറ് ഞാൻ നല്ല രീതിയിൽ ചേർന്നു. അമ്മയ്ക്ക് അതൊക്കെ ഇഷ്ടമില്ല തലയിൽ കുറേ നേരം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എനിക്കത് നല്ലൊരു റിസൾട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താ പറയാ 10th പഠിക്കണ പോലെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് മുടി. തിക്നെസ് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. ഉരോടനാണെങ്കിൽ ഈ ഡെലിവറിയുടെ കഴിഞ്ഞിട്ട് നല്ല രീതിയിലും മുടി പോയേക്കായിരുന്നു. ഇപ്പൊ വീണ്ടും പഴയതുപോലെ വരുന്നുണ്ട്. ഇനി നല്ല രീതിയിൽ വളർത്താനാണ് നോക്കണേ. അതാണ് ഇനി ചെയ്യാൻ പോണേ. മാളിനോട് എന്റെ പ്രത്യേക അന്വേഷണം പറഞ്ഞോളൂ കേട്ടോ. മാള് കാണുന്നുണ്ടെങ്കിൽ മാളി ചേച്ചി പ്രത്യേകം ഞങ്ങൾ അന്വേഷിക്കണം കേട്ടോ. ഭയങ്കര ചേച്ചിയുടെ ഓരോ കമന്റ്സും ഭയങ്കര വിലയേറിയതാട്ടോ. ഭയങ്കര ഇൻസ്പിറേഷനാണ് ഓരോ വീഡിയോ ചെയ്യാനാണെങ്കിലും. അതുപോലെ തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു എൻവയറമെന്റ് ആണ് ചേച്ചിയുടെ ഓരോ കമന്റ്സ് ആണെങ്കിൽ. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള മിക്ക ഫാമിലിയും നല്ല പോസിറ്റീവായിട്ടാട്ടോ. ഒരാളും നെഗറ്റീവായിട്ട് അങ്ങനെ നമ്മളെ വേദനിപ്പിക്കാനോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. നല്ലൊരു ഹാപ്പി ഫാമിലിയാണ് നമ്മളുടെ. ഇപ്പോൾ 10.56K 10.6Kയിലുള്ള ഫാമിലി ആണെങ്കിൽ എല്ലാവരും നല്ല എന്താ പറയുക നല്ല സ്നേഹത്തോടും കൂടിയിട്ടാട്ടോ. നല്ല സപ്പോർട്ടിങ് ആണ്. അതല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി പിന്നെ ഞാനൊരുടനെ ഷാമ്പു ആയിട്ട് യൂസ് ചെയ്യണ്ടായിരുന്നത് നമ്മളുടെ ചെമ്പരത്തി താളി ഉണ്ടല്ലോ. താളി വേടിക്കണേക്കാട്ടും മുന്നേ ഞാൻ ഈ നമ്മളുടെ ഇതില് ഹിബിസ്കസിന് എന്താ ചെമ്പരത്തിയുടെ ഇല ഇതാക്കിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്പി ആ വെള്ളം ഇതെടുത്തിട്ട് തലയിൽ തേക്കായിരുന്നു ഷാമ്പൂവിന്റെ പകരം. പക്ഷെ അതൊക്കെ തേക്കുമ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം എണ്ണ പോയിരുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ വേറെ ഒരു സംഭവം ഞാൻ തേക്കാറുണ്ടായിരുന്നില്ലേ, അതിന്റെ തന്നെ താളി മേടിക്കാൻ കിട്ടിയിരുന്നു. അത് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ചെറുമായി പറഞ്ഞത് തലയില് ഒരു സംഭവം ചെറുപയറുപൊടി ഞാൻ തലയിൽ തേക്കായിരുന്നു കേട്ടോ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേന്ന് അത് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സംഭവം പോവാൻ വേണ്ടിട്ട് അതൊക്കെ ഞാൻ തേക്കായിരുന്നു. ഒരെണ്ണെ എനിക്ക് കൂടുതൽ പ്രാന്ത് സ്കിൻ കെയർ ആണ്. ഒരെണ്ണ ഹെയർ കെയറിന് വേണ്ടി മാത്രമായിരുന്നു. ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം +2 പഠിക്കണ സമയത്താണെങ്കിൽ എൻ്റെ ഹെയർ ഭയങ്കര. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് വല്ല ഇതുണ്ടോ, എന്താ പറയാ എന്തുണ്ടോ വൈറ്റമിൻസിന്റെ കുറവുണ്ടോ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കുറവുണ്ടോ വിചാരിച്ചിട്ടിരിക്കായിരുന്നു. ഡോക്ടറൊക്കെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഞാൻ ടെൻഷൻ ആയിട്ടാന്ന് തോന്നുന്നു +1 +2 കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ സ്കൂളിന്റെ അവിടെ ആയിരുന്നു. ഞാൻ വീടിന്റെ തൊട്ടടുത്തായിരുന്നു സ്കൂള്. പിന്നെ അമ്മയുടെ സ്കൂളിൽ മാറിയപ്പോഴാണ് കുറേ ലോങ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഡിസ്റ്റൻസിലും പോയിട്ടാണോ എനിക്ക് പുതിയൊരു എൻവയറമെന്റ് ആയിരുന്നു. ആകെ ഇതായിട്ട് നല്ല രീതിയിൽ മുടി കൊഴിഞ്ഞിരുന്നു +1 +2 ഒക്കെ ആയിരിക്കുമ്പോൾ. പിന്നെ കോളേജിൽ എത്തിയപ്പോൾ നല്ല രീതിയിൽ ഹെയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ലോങ് ഹെയർ ആയിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഷോർട്ട് ഹെയർ ആക്കിയ. ഡെലിവറിക്ക് ശേഷം എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛനമ്മയും കുറച്ച് നാള് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇവനെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളായിരുന്നു. അമ്മ അവനത് എടുക്കാൻ നോക്കണു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളായിരുന്നു. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഒന്ന് ജസ്റ്റ് ഞാൻ നാട്ടിലേക്ക് പോയപ്പോൾ ഒന്ന് കട്ട് ചെയ്തു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രിം ചെയ്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ. മുടി നല്ല രീതിയിൽ ഹെയർ സ്പ്ലിറ്റൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിലിരിക്കും. അപ്പോൾ അത് നല്ലതാണ്. ഇപ്പം ഇനി ഫൊണ്ണൂൻ്റെ മുടി എൻ്റെ മുടി വടിച്ചിട്ടില്ല എന്ന് വരുവാണ്. എനിക്ക് ഭയങ്കര വിഷമമാണ് ഇവരെന്താ വടിക്കാണ്ടിരുന്നതെന്ന്. കാരണം വടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇത്തിരി കൂടി തിക്കാർന്ന നല്ല മുടി, ഇപ്പോഴും നല്ല മുടിയാണ്, എന്നാലും നല്ല എന്താ പറയുക പനങ്കോല പോലത്തെ മുടി കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല എത്രത്തോളം അത് ശരിയാണോ ഇല്ലേന്ന്. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഹെയർ നല്ല രീതിയിൽ കെയർ ചെയ്യുക. പിന്നെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തല കുളിച്ച് പോവില്ല, തലേന്ന് തല കുളിച്ചിട്ട് മേല് കഴുകിയിട്ടായിരുന്നു പോയിരുന്നു. കാരണം ഈ നനഞ്ഞ മുടി അമ്മയ്ക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡെലിവറി ഒക്കെ ആയിട്ടുള്ള സമയത്താണെങ്കിൽ അമ്മയുടെ ഹെയർ മുടിയിൽ എന്തോ സംഭവം വന്നു എന്നൊക്കെ. കാരണം കായ വന്നു.
കാരണം നനഞ്ഞ മുടി അങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കായ കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ അമ്മ മുടി കുറെ കട്ട് ചെയ്തു എന്ന് അമ്മ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ വേറെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി നമ്മൾ കിടന്നുറങ്ങണ സമയത്ത് ബെഡിൽ നനവോട് കൂടി കിടക്കരുത് കേട്ടോ. അത് നമുക്ക് ഈ ബെഡ്ഷീറ്റും ഇതൊക്കെ ബാക്ടീരിയസ് കാര്യങ്ങളും ഒക്കെ സ്പ്രെഡ് ആവാനും അത് നമ്മുടെ ഫേസിലേക്ക് പിമ്പിൾസ് ആയിട്ട് വരാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നല്ല മുടി നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങുക. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയറും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ അല്ല അമ്മ ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ സ്ക്രഞ്ചീസ് യൂസ് ചെയ്യാറുണ്ട് ഞാൻ. ടൈറ്റ് ആയിട്ടുള്ള ബാൻഡ് യൂസ് ചെയ്യണതിന് പകരം സ്ക്രഞ്ചീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഹെയർ ടൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ. പിന്നെ വേറെ എന്താ അമ്മ? അങ്ങനെ മുടി നന്നായി സംരക്ഷിക്കുകയുള്ളൂ. മുടി നന്നായി സംരക്ഷിക്കല്ലാണ്ട് എണ്ണ തേച്ചുകൊണ്ട് മാത്രമായിട്ട് മുടി വരില്ല. അതൊക്കെ ഓരോരുത്തരുടെ ജെനറ്റിക്സ് ആയിട്ടും എണ്ണ തേക്കുക, അതുപോലെ തന്നെ ഹെയറും കെയർ ചെയ്യുക. അല്ലാണ്ട് എണ്ണ മാത്രം ഫുള്ള് തേച്ചുകൊണ്ടൊന്നും തേച്ചിട്ട് ഹെയർ നല്ല രീതിയിൽ വളരുന്നില്ല. എണ്ണ തേക്കുക, നന്നായിട്ട് മസാജ് ചെയ്യുക. ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ നല്ല രീതിയിൽ തലയിലും മസാജ് ചെയ്തിട്ട് കഴുകിക്കളയുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് പറ്റിയത്. എനിക്ക് എണ്ണ പറ്റില്ല, അമ്മയ്ക്കും പറ്റില്ല എണ്ണ അധികം ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾക്ക് തലവേദന അല്ലെങ്കിൽ പിമ്പിൾസ്. എനിക്ക് പിമ്പിൾസ് ടെൻഡൻസി കൂടുതലാണ്. എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് തലയിൽ എണ്ണ ഇടുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഓരോരുത്തർ ഇതനുസരിച്ചിട്ട് അവർക്ക് ഇങ്ങനെ ഹെയറിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ പുതിയ വീഡിയോസായി ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ. ഫോണിനപ്പോ പറയണു കേട്ടോ. ബൈ. അപ്പൊ ശരി കേട്ടോ.